കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇന്ത്യൻ മീഡിയയിലും ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയും കൃത്യമായിട്ട് പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിൽ വരുന്നത്, അതായത് ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് നയത്തിൻ്റെ മാറ്റമാണ്. കാരണം അയൽ രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ടാകണം, പഴയ രീതിയിൽ ബിഗ് ബ്രദർ എന്നും പറഞ്ഞ് പോയാൽ ശരിയാകത്തില്ല, എല്ലാവരും ശത്രുക്കളുമായിട്ട് പറ്റില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് അഫ്ഗാനിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ മുട്ടാഖ് അദ്ദേഹം ഇന്ത്യയിൽ വരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇതുമായിട്ട് ഒരു 2 ദിവസം മുമ്പ് ചൈന, പാകിസ്ഥാൻ, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ ഒരേപോലെ ടോണിൽ പറഞ്ഞു അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടെ പഴയ ബേസ് അമേരിക്കയ്ക്ക് വേണമെന്ന് പറഞ്ഞു, അത് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് പറഞ്ഞു. അത് അഫ്ഗാനിസ്ഥാൻ്റെ താല്പര്യമാണ്, ഇന്ത്യയുടെ താല്പര്യമാണ്. താല്പര്യങ്ങൾ പലതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം ഇന്ത്യയെക്കാളിലും അതിന് താല്പര്യമുള്ളത് പാകിസ്ഥാനും ചൈനയ്ക്കും. അത് പ്രത്യേകിച്ച് ചൈനയ്ക്ക് താല്പര്യമില്ല അവരുടെ ബേസ് അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും ഒരു അമേരിക്കൻ ബേസ് വരാൻ. പക്ഷേ ഇന്ത്യ ഈ പറയുന്ന രാജ്യങ്ങളുടെ കൂടെ നിന്ന് ബാഗ്രാം എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ബേസ് വരുന്നതിനെ ഇന്ത്യയും എതിർത്തു. ഇനി നോക്കുക, ഇന്ത്യയിൽ അഫ്ഗാനിസ്ഥാൻ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ വരുന്ന അതേ സമയം, അതേ ദിവസം പാകിസ്ഥാൻ കാബൂളിൽ ബോംബ് ചെയ്തു. പാകിസ്ഥാൻ താലിബാൻ തരീഖ് പാകിസ്ഥാൻ താലിബാൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ അയാൾ ഇഞ്ചേർഡ് ആയത്, അയാളുടെ മകൻ കൊല്ലപ്പെട്ടു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. അതായത് ശരിക്കും അവിടുത്തെ കാബൂളിലെ ട്രാഫിക്കുകളെല്ലാം ജാമായി. അതേ ദിവസം ഇന്ത്യ അനൗൺസ് ചെയ്തു കാബൂളിൽ ഇന്ത്യൻ എംബസി, അതായത് ഇന്ത്യൻ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ, മിഷൻ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററാണ് ഇതൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് ഇന്ത്യ പോലൊരു രാജ്യം അഫ്ഗാനിസ്ഥാനെ അംഗീകരിച്ചു. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അതേ ദിവസം, അതാണ് കാരണം കുറച്ച് ദിവസം കൊണ്ട് ഇത് വാർത്താ മാധ്യമങ്ങളിൽ ഇൻ്റർനാഷണൽ മീഡിയയിലൊക്കെ ഇത് വരുന്നുണ്ട്. അതേ ദിവസമാണ് കാബൂളിൽ, അതായത് അവരുടെ തലസ്ഥാനമാണ് ഈ പറയുന്ന കാബൂൾ. അവിടെ ഈ പാകിസ്ഥാൻ താലിബാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടും അതേപോലെ തന്നെ അവർക്ക് വേണ്ട ആയുധങ്ങളെല്ലാം കൊടുക്കുന്നത് ഈ അഫ്ഗാനിസ്ഥാനാണ്. ഈ പണ്ട് അമേരിക്ക ഉപേക്ഷിച്ച ആയുധങ്ങളാണ് ഇവർക്ക് കൊടുക്കുന്നത്. ആ ആയുധം കൊണ്ടാണ്, നിങ്ങൾ ആലോചിച്ചു പോകണം, ആ ആയുധം കൊണ്ടാണ് ഈ പറയുന്ന ഫാൽഗാമിൽ ഭീകരന്മാർ വന്നത്. ഇതൊന്നും മറച്ചു വെക്കരുത്, ഇതെല്ലാം ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അഫ്ഗാനിസ്ഥാൻ മന്ത്രി പറയുന്നു ഇന്ത്യക്കെതിരെയുള്ള ഒരു ആക്ടിവിറ്റീസ് ഇനി അഫ്ഗാനിസ്ഥാനിൽ ഈ താലിബാൻ സമ്മതിക്കുന്നില്ല. അതായത് ഇന്ത്യ ആ പേര് മാറ്റിയെന്ന് ആലോചിച്ചാണ്, താലിബാൻ മാറ്റി അഫ്ഗാനിസ്ഥാനാക്കി. അവിടെ ഒക്കെ നിൽക്കുമ്പോഴേ നമ്മൾ ആലോചിക്കണം ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം. ഈ ഡിപ്ലോമസിയുടെയും സ്ട്രാറ്റജിയുടെയും ജിയോ പൊളിറ്റിക്സിൻ്റെ ഒരു ഭാഗം എത്രമാത്രം കൃത്യമാണ്. ഇന്ത്യ എങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ബബൽപൂരിലും പാകിസ്ഥാൻ ആർമി സപ്പോർട്ട് ചെയ്യുന്ന ടെററിസ്റ്റ് ക്യാമ്പിനെ ആക്രമിച്ച് അതേ ലെവലിലാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ എടുത്ത ടൈമും ഉദ്ദേശിച്ചാണ്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദിയിൽ പോകുന്നു, അതിന് തൊട്ട് മുമ്പ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ വരുന്ന ഈ ഫാൽഗാം അറ്റാക്ക് ഉണ്ടായിരുന്നു. സെയിം ആയിട്ട് അഫ്ഗാനിസ്ഥാൻ്റെ വിദേശമന്ത്രി ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഇതേപോലെ അറ്റാക്ക്, അതായത് പ്ലാൻഡ് അറ്റാക്ക്, ഈ അറ്റാക്ക് നടന്നപ്പോൾ നമ്മൾ വിശകലനം ചെയ്ത് നോക്കണം. ഇത് ചൈനയായിട്ട് ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനൊരു സംഭവം. അതേപോലെ അമേരിക്കൻ പ്രസൻസും ഉണ്ട്, അമേരിക്കയോടും പറഞ്ഞിട്ടുണ്ട്. അവരോട് പറഞ്ഞിട്ടാണ്, അതായത് മീഡിയ റിപ്പോർട്ട് വരുന്നത് J-17 എയർക്രാഫ്റ്റുകൾ, ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ കാബൂൾ അറ്റാക്ക് ചെയ്ത് അവരുടെ ക്യാപിറ്റൽ അറ്റാക്ക് ചെയ്തത്. ഇനി അടുത്തത് എന്താണ് എന്നാണ് തമാശ. അതായത് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിൽ എയർ ഡിഫൻസ് സിസ്റ്റം ഒന്നുമില്ല. പാകിസ്ഥാന് തോന്നിയ പോലെ എല്ലായിടത്തും വന്ന് ബോംബ് ചെയ്യാം. കാരണം ആ രീതിയിലാണ് അഫ്ഗാനിസ്ഥാൻ ഈ പറയുന്ന അവരുടെ ഈ താലിബാൻ ഈ എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ പൂജ്യമാണ്. ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈൽസ് പോലും ഇല്ല അവരുടെ കയ്യിൽ. കാരണം അമേരിക്ക അതൊന്നും അവർക്ക് കൊടുത്തിട്ടില്ല. ഈ പറയുന്ന വെപ്പൺസും ചില ഹെലികോപ്റ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള സാധനമൊന്നുമില്ല. പിന്നെ അവിടെ സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നമാണ്, ആഹാരമില്ല. നിങ്ങൾക്കറിയാം ചബാർ ബോർഡർ ഇറാനുമായിട്ട് ചേർന്ന് ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേയുടെ ഗവൺമെൻറ്റാണത് നിർമ്മിച്ചു കൊടുത്തത്.
അപ്പം അവിടെ ഇറങ്ങിയിട്ടാണ് ഈ അഫ്ഗാനിസ്ഥാനിലോട്ട് ഈ സാധനങ്ങൾ ഇന്ത്യയിൽ അയക്കുന്ന പോകുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്യും. ഈ സംഭവം ചവാർ എയർപോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് സെൻട്രൽ യൂറോപ്പിൽ, സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലും ഈ എയർപോർട്ടാണ് വെൽ കണക്ടിവിറ്റി. പാകിസ്ഥാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കംപ്ലീറ്റ് ആയിട്ട് ബൈപ്പാസ് ചെയ്യുന്ന ഒരു പോർട്ടാണ്. ഇനി അടുത്ത ആലോചിക്കുക, ഇവിടെ അറ്റാക്ക് ചെയ്തപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നു, അമേരിക്കയുടെയും ചൈനയുടെയും ആഗ്രഹത്തോടു കൂടിയാണ് അറ്റാക്ക് ചെയ്ത് ഇന്ത്യക്കെതിരെ. അതായത് പാകിസ്ഥാനും അമേരിക്കയ്ക്കും ഈ പറയുന്ന ചൈനയ്ക്കും താല്പര്യമില്ല ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ. ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇപ്പം ഇന്ത്യൻ കോൺസുലേറ്റ് അവിടെ തുടങ്ങുന്ന അടുത്ത വലിയ ഇമ്പോർട്ടൻറ്റ് സംഭവം അന്നും ഇവിടെ ബോംബിക്ക് ഉണ്ടാവും. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കണം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കറക്റ്റായിട്ട് നോക്കിക്കാണോ, ഈ പാകിസ്ഥാൻ താലിബാന്റെ മുന്നേറ്റങ്ങൾ പലതും അങ്ങ് നിലച്ചു. അതേപോലെ ബലൂച്ച്, അതായത് എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു, ഈ ഒരു പോക്ക് വേണമെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻസിൽ ഈ പറയുന്ന പാകിസ്ഥാൻ 3-4 ഭാഗമായിട്ട് പോകുന്നുള്ള ധാരണ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. എൻ്റെ ഒരു ധാരണയുണ്ടായിരുന്നു, അത് മുഴുവനും ഇല്ലാതായി. ഇപ്പം കാര്യമായിട്ട് ഓപ്പറേഷൻസ് ഒന്നുമില്ല. കാരണം അവർക്ക് സഹായം കൊടുക്കരുത്, കാരണം അതിൻ്റെ അകത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയുമായിട്ട്. കാരണം കാശ്മീർ അതേപോലെ പാകിസ്ഥാൻ സഹായിക്കത്തില്ല, പക്ഷെ അവർ സഹായിക്കും. ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ 1% വിശ്വസിക്കരുത്. അവരെപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ അകത്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കാശ്മീർ എന്ന് പറയുന്നത് ഈ ടെറിട്ടറിയും ബോർഡർ ഡിസ്പ്യൂട്ടിനേക്കാളും അതിനകത്തൊരു ഇസ്ലാമിക് സംഭവം കയറി വരും. ബലൂച്ചിനകത്തും ഇതിനകത്തും ഈ ഒരു സംഭവം കയറി വന്നു കഴിയുമ്പം, പക്ഷേ അവിടെ താലിബാൻ എന്ന് പറയുന്നത്, അതായത് അഫ്ഗാനിസ്ഥാൻ ഇപ്പോഴത്തെ ഗവൺമെൻറ്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയാണ് ഇവർക്ക് കൊടുക്കുന്നത് പല സഹായങ്ങളും ട്രെയിനിങ്ങുകളൊക്കെ. അതായത് ഇന്ത്യക്ക് താല്പര്യമുണ്ട് ഇവർക്ക് അഫ്ഗാനിസ്ഥാന് വെപ്പണ് കൊടുക്കാൻ, ഈ പാകിസ്ഥാനെ റെസിസ്റ്റൻസ് ചെയ്യാൻ. അപ്പം ആ ഉടക്കിൻ്റെ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇന്ത്യൻ മിഷൻ അവിടെ തുടങ്ങാൻ നേരത്ത് പാകിസ്ഥാൻ ഇതേപോലെ അറ്റാക്കുകൾ കാബൂളിലും മറ്റ് പല സ്ട്രാറ്റജിക് പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊക്കെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ തമ്മിൽ അടുക്കാൻ ഈ പാകിസ്ഥാനോ ചൈനയോ സമ്മതിക്കത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു നിലയ്ക്ക് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമല്ല അമേരിക്കയ്ക്ക്, അമേരിക്കയുടെയും പിന്തുണ കിട്ടും. അതുകൊണ്ടാണ് അമേരിക്ക ഇത്രയും നല്ല ഈ കഴിഞ്ഞിടയ്ക്കാണ് മിസൈൽസ് പാകിസ്ഥാന് കൊടുക്കാൻ അവർ തീരുമാനിക്കുന്നത്. അത് ഏറ്റവും നല്ല മിസൈൽസാണ്. ഇങ്ങനൊരു ബന്ധവുമായിട്ട് അത് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അയൽവാസികളോട് പോലും നല്ലൊരു ബന്ധമുണ്ടാക്കാൻ വേണ്ടി ഈ രാജ്യങ്ങൾ, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി കെട്ടിപ്പിടിക്കാൻ പോയ ചൈനയാണെങ്കിലും ചൈന ത്രൂ ആണ് അവസാനം, ചൈന ത്രൂ നമുക്ക് നല്ല പാകിസ്ഥാൻ ബന്ധം കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ആ സ്റ്റോറി വന്നിരിക്കുന്നത്. അവസാനം ഈ ചൈന പറഞ്ഞ ഒരു രീതിയിലോട്ട് ട്രൈലാറ്ററിയൽ ബന്ധം, ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, അന്യോന്യം ഉപദ്രവിക്കത്തില്ല, പക്ഷെ ട്രേഡും മറ്റുള്ള പരിപാടികളാക്കാം. അതിനെ ഇനി അമേരിക്ക സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് അമേരിക്കൻ ഈ പാകിസ്ഥാൻ്റെ ആർമി ചീഫിനെ മറ്റുള്ളവരൊക്കെ വിളിച്ചു വരുത്തി ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അമേരിക്ക അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന, അവർ പ്രപ്പോസൽ കൊടുത്തേക്കുന്നത് 500 മില്യൻ്റെ ആണ് ഈ ബലൂച്ചിൽ. ഏറ്റവും നല്ല ലിത്തിയം അതേപോലുള്ള സംഭവങ്ങളും ഇതൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ ബലൂച്ച്. അതായത് വളരെ ഗ്ലോബലായിട്ട് നോക്കുവാണ്, റേറ്റിങ്ങിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ മിനറൽസ് ഉള്ള സ്ഥലമാണ് ഈ ബലൂച്ചിൻ്റെ ആ ഏരിയ. അപ്പം അമേരിക്കയ്ക്ക് ആവശ്യമുള്ള ഈ റെയർ എർത്ത് ആണെങ്കിലും മറ്റുള്ള സംഭവങ്ങളാണെങ്കിലും ഇതെല്ലാം അവിടെ അവൈലബിൾ ആണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സും അവിടെ പോകുമെന്നുള്ള ധാരണയാണ് ഇപ്പോഴും. കാരണം ഏതാണ്ട് സൈൻ ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ പേരിൽ ഒരു പോർട്ട് ഉണ്ടാക്കാൻ, അതായത് ഇന്ത്യയുടെ ബോർഡറിൽ പോർട്ട് ഉണ്ടാക്കാൻ അമേരിക്ക ഇൻവെസ്റ്റ് ചെയ്യണം. പാകിസ്ഥാനിൽ പണമില്ല. മനസ്സിലാക്കുക, ഈ ഒരു സന്ദർഭത്തിൽ ഈ പാകിസ്ഥാൻ ഇത് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അമേരിക്കയായിട്ട്, ഇന്ത്യയായിട്ടുള്ള അമേരിക്കൻ പ്രശ്നം. കാരണം അതിനകത്ത് ചൈന എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ് ചെയ്യുക അമേരിക്ക ചെയ്തു കൊടുക്കാൻ. അതായത് ചൈനയ്ക്ക് 1% പോലും ഇന്ത്യയെ വിശ്വാസമൊന്നുമില്ല. ചൈനയുടെ ഒറ്റ ഒരു താല്പര്യമുള്ള ഇന്ത്യയെ ഏതൊക്കെ രീതിയിൽ ഗ്ലോബലിയും എക്കണോമിക്കലി തകർക്കാൻ ശ്രമിക്കുന്നു, അതിനൊരു ചാൻസും കളയരുത്. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചൈനയുടെ പല ലോബിയിസ്റ്റുകൾ അമേരിക്കയിൽ, ലോബിയിസ്റ്റ് ഇന്ത്യക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അവർ വന്നിരുന്ന ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ചാനലിലോ അമേരിക്കൻ ചാനലിലോ ഒക്കെ
ട്രംപിനെതിരെ പറയുന്നത് അത് ബേസിക്കലി ഫണ്ടഡ് ബൈ ചൈനയാണ്. കാരണം ഇവിടെ ഇങ്ങനെ പ്രശ്നമുണ്ടായിരിക്കും. ഇന്ത്യൻ സോഷ്യൽ മീഡിയ ഇവിടെ കുറച്ച് ചാനലോ അതിൻ്റെ തിരുന്ന് പറയുന്ന ആൾക്കാരും അവരുടെ റൂട്ടുകളെല്ലാം നോക്കിക്കണം, എങ്ങനെയാണ് റൂട്ടുകൾ. ഇതാണ് സംഭവം. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ചില എടുത്തുചാട്ടം ഇന്ത്യ ചെയ്തത്. അതിൻ്റെ നമ്മൾ സഫർ ചെയ്യുക. അതാണ് ഈ പാകിസ്ഥാൻ മനസ്സിലാക്കുക. പാകിസ്ഥാൻ അവിടെ പോയി ബോംബ് ചെയ്യുക എയർക്രാഫ്റ്റിൽ. ഉറപ്പായിട്ട് ഈ പറയുന്ന ചൈനയുടെ അമേരിക്കയുടെയും പിന്തുണയെല്ലാം ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അവരുടെ നിന്ന് പെർമിഷൻ മേടിച്ചിട്ട് ചെയ്യും. കാരണം അവർക്കും താല്പര്യം ഇന്ത്യയുമായിട്ട് അഫ്ഗാൻ അടുക്കണം. അതായത് പൂർണ്ണമായിട്ടും അഫ്ഗാൻ അടുത്ത് കഴിഞ്ഞാൽ അടുത്ത ഇഷ്യൂ ഉണ്ടാവുന്ന എവിടെ? പാകിസ്ഥാൻ താലിബാൻ ആക്ടിവേറ്റ് ചെയ്യും, ഭയങ്കരമായിട്ട് ചെയ്യും. അതേപോലെ ബലൂച്ച് വലിയ സംഭവമാവും. കാരണം ഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് ഇവർ സപ്പോർട്ട് ചെയ്യും. ഇന്ത്യ സാമ്പത്തിക സഹായം കൊടുക്കും, വെപ്പൺസിൻ്റെ സഹായം കൊടുക്കും. അതായത് മൾട്ടിപ്പിൾ ഇഷ്യൂസാണ്. ഇതാണ് മനസ്സിലാക്കേണ്ട. ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിനകത്ത് ഈ അമേരിക്ക എവിടെ നിൽക്കുന്നു അതിനാണ് പ്രാധാന്യം കൂടുതൽ. അതിനെ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ഈ വൃത്തികെട്ട ഗെയിമെല്ലാം ഇന്ത്യക്കെതിരെ കളിക്കുന്നത്. അല്ലെങ്കിൽ ഈ സംഭവം അവിടുത്തെ മിനിസ്റ്റർ ഇവിടെ വന്ന സമയത്ത് അവിടെ കൊണ്ട് ബോംബ് ചെയ്യുക. ഇന്ത്യ ഇവിടെ അനൗൺസ് ചെയ്യുന്ന കാബൂൾ തുറക്കുമെന്ന് അവരും അനൗൺസ് ചെയ്തു. അവരുടെ എംബസി ഇന്ത്യയിൽ തുറക്കാൻ പോവുകയാണ്. അതായത് ഒരു ട്രേഡും മറ്റുള്ള ബന്ധങ്ങളും എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനാണ് അടി കിട്ടുന്നത്. അതെങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാനും ചൈനയും അശാന്തം ശ്രമിക്കുന്നത്. ഇപ്പോഴവർക്ക് അമേരിക്കയുടെ ബ്ലെസ്സിങ് ഉണ്ട്. അതാണ് ഈ അമേരിക്കയുടെ പവർ എന്ന് പറയുന്നത്. അവിടെയാണ് ഇന്ത്യൻ ഡിപ്ലോമസി കാര്യമായ രീതിയിൽ പ്രവർത്തിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം അത്ര നല്ല രീതിയിൽ, കാരണം അവർക്ക് സ്ഥിരമായിട്ടും ബോംബിങ്ങും പരിപാടിയും കിട്ടുവാണെങ്കിൽ അവരങ്ങ് പിന്മാറും. ഇത്രയേ ഉള്ളൂ. ഇതാണ് അവരുടെ ലക്ഷ്യം. അതാണ് അവർക്ക് വേണ്ടത്. ഇവിടെയാണ് ഇന്ത്യൻ ഡിപ്ലോമസി എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടത്.